ഹല്ലേലൂയ. മഹത്വത്തിൻ സാന്നിധ്യം എന്ന ഈ ആത്മീയ ശുശ്രൂഷയിലേക്ക് കടന്നു വന്നിരിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ സ്നേഹവും സമാധാനവും ആശംസിക്കുകയാണ്. 91 സങ്കീർത്തനം 14 തിരുവചനത്തിൽ വചനം പറയുന്നു, അവൻ എന്റെ നാമം അറിയുന്നതുകൊണ്ട് ഞാൻ അവനെ സംരക്ഷിക്കും. ഞാൻ അവനെ സംരക്ഷിക്കും. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ശുശ്രൂഷയിൽ പ്രത്യേകമായി ലോകത്തിന്റെ വിശുദ്ധീകരണത്തിനായി നമ്മൾ നിയോഗമായി പ്രാർത്ഥിക്കുകയാണ്. ഒരു നിമിഷം നമ്മളെല്ലാവരും കർത്താവിന്റെ സന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കുന്നു. ഇത് അത്ഭുതത്തിന്റെ മണിക്കൂറുകളാണ്. നമ്മുടെ ജീവിതങ്ങളിലേക്ക്, ഭവനങ്ങളിലേക്ക് കർത്താവ് ഇറങ്ങി വരുന്ന സമയമാണ്. പരിശുദ്ധാത്മാവേ, ആയിരങ്ങൾ അവിടുന്ന് അഭിഷേകം ചെയ്യണമേ. സ്വയം വിശുദ്ധീകരിക്കുവാൻ, അനേകരുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾ ഒരുക്കണമേ. ഫീൽ ഹോളി സ്പിരിറ്റ്. കരമടിച്ച് എല്ലാവരും ഉയരത്തിലെ കാറ്റ് വീടെ അടിച്ചിടട്ടെ, സ്വർഗത്തിലെ തീ ഇവിടെ കത്തിയിടട്ടെ. ആഗ്രഹിച്ചു പാടുന്നു, അമ്മാവേ വരിക വരിക. അന്യഭാഷ എല്ലാരും ചൊല്ലിടട്ടെ, ആനന്ദത്താൽ ആർത്തുപാടി സ്തുതിച്ചിടട്ടെ. ആയിരങ്ങൾ അഭിഷേകം പ്രാപിക്കട്ടെ യേശുനാമത്തിൽ. ആനന്ദത്താൽ ആർത്തുപാടി സ്തുതിച്ചിടട്ടെ. അന്ത്യകാലമായല്ലോ, അന്ത്യനാളടുത്തല്ലോ, മറന്നു പോകാൻ ആത്മശക്തി ഏറ്റെടുത്തിടാം. പാപബോധത്താൽ ജനം കരഞ്ഞിടട്ടെ, നീതിബോധത്താൽ ജനം നിറഞ്ഞിടട്ടെ. അനേകരിലേക്ക് അനുതാപത്തിന് കൃപയായി വരിക പരിശുദ്ധാത്മാവേ. ജനം നിറഞ്ഞിടട്ടെ. ന്യായവിധിയുണ്ടെന്ന് ഓർത്തിടട്ടെ, ആത്മമാരി എങ്ങുമേ പെയ്തിടട്ടെ. അന്ത്യകാലമായല്ലോ, അന്ത്യനാളടുത്തല്ലോ, മറന്നു പോകാൻ ആത്മശക്തി ഏറ്റെടുത്തിടാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അനേകർ ഉണർത്തുക പരിശുദ്ധാത്മാവേ, എല്ലാവരും ശക്തിയോടെ. അന്ത്യകാലമായല്ലോ, അന്ത്യനാളടുത്തല്ലോ, മറന്നു പോകാൻ ആത്മശക്തി ഏറ്റെടുത്തിടാം. ഇരു കരങ്ങളും കർത്താവിന്റെ സാന്നിധ്യത്തിന് മുന്നിൽ ഉയർത്തിപ്പിടിച്ച് വലിയ ദാഹത്തോടെ പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്കും. നമ്മുടെ വിശുദ്ധീകരണത്തിനായി, ലോകത്തിന്റെ വിശുദ്ധീകരണത്തിനായി, സഭയുടെ വിശുദ്ധീകരണത്തിനായി ആഗ്രഹിച്ചുകൊണ്ട് ആത്മാവിനെ വിളിക്കുന്നു. പരിശുദ്ധാത്മാവേ വരിക വരിക വരിക, ഞങ്ങളുടെ മേൽ ശക്തിയോടെ വരിക. ഈ സ്തുതി ആരാധനയിൽ വിശുദ്ധി പ്രാർത്ഥിക്കുന്ന 10,000ങ്ങളുടെ മേൽ മഹത്വത്തോടെ വരിക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പാപാസക്തികളെ, ലോകമോഹങ്ങളെ സ്വർഗത്തിൽ അഗ്നിയായി ഇറങ്ങി വന്ന് പരിശുദ്ധാത്മാവെ കത്തി ചാമ്പലാക്കണമേ. ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. ലോകം മുഴുവന്റെയും വിശുദ്ധീകരണത്തിന് വേണ്ടി, ഭാവികളുടെ മാനസാന്തരത്തിന് വേണ്ടി ഞങ്ങൾ യേശുനാമത്തിൽ പ്രാർത്ഥിക്കുകയാണ്. ആത്മാവിന്റെ അഭിഷേകം പെരുമഴ പോലെ പെയ്യട്ടെ. ജനമതങ്ങളിൽ പെയ്യട്ടെ, ലോകരാജ്യങ്ങളിൽ പെയ്യട്ടെ, യുവജനങ്ങളിൽ പെയ്തിറങ്ങട്ടെ. സകല കുടുംബങ്ങളിലും ആത്മാവിന്റെ ശക്തി വെളിപ്പെടട്ടെ. റിലീസ്. അനേകമായിരങ്ങൾ പരിശുദ്ധാത്മാവിൽ ഉണരുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പാപരോഗ ശാപബന്ധനത്തിന്റെ അടിസ്ഥാനങ്ങളെ പരിശുദ്ധാത്മാവെ ഛിന്നഭിന്നമാക്കണമേ. ദൈവസ്നേഹത്തിന്റെ അഗ്നിയ അനേകരെ ഉജ്ജ്വലിപ്പിക്കണമേ, ഉജ്ജ്വലിപ്പിക്കണമേ. യഥാർത്ഥ മാനസാന്തരം, അനുതാപം, ജീവിത നവീകരണം, ആഴമായ പ്രാർത്ഥന, വിശ്വാസ തീഷ്ണത അനേകമായിരങ്ങളിലേക്ക് പകരണമേ. റിലീസ്, റിലീസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവജനം മുഴുവൻ പരിശുദ്ധാത്മാവിൽ നിറയട്ടെ, നിറയട്ടെ. ഫീൽ, ഫീൽ, ഫീൽ ഹോളി സ്പിരിറ്റ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ അമ്മേ, അമ്മയുടെ വിമല ഹൃദയം വഴി ഈ വചന പരമ്പരയും ഞങ്ങൾ ഓരോരുത്തരെയും ഇന്നത്തെ എല്ലാ ശുശ്രൂഷകളെയും പരിശുദ്ധ ത്രിത്വത്തിന് ഞങ്ങൾ സമ്പൂർണമായും സമർപ്പിച്ചു പ്രാർത്ഥിക്കുകയാണ്.
അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, വളരെ വലിയ ആനന്ദത്തോടെയാണ് കർത്താവിന്റെ വചനവുമായി നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്നത്. ഇന്നു മുതൽ കാലത്തിന്റെ അടയാളങ്ങൾ എന്ന ദൈവവചന പരമ്പര മഹത്വത്തിൻ സാന്നിധ്യം എന്ന ഈ ശുശ്രൂഷയിലൂടെ നമ്മൾ ആരംഭിക്കുകയാണ്. സാധിക്കുന്ന എല്ലാവരും നിങ്ങളുടെ കൈകളിൽ ബൈബിൾ എടുത്ത് ഒരു പേനയും ഒരു ചെറിയ കടലാസും എടുത്ത് പറയുന്ന വചനങ്ങളെല്ലാം നിങ്ങളതിൽ എഴുതുകയും നിങ്ങളുടെ ബൈബിളിൽ അടിവരയിടുകയും ചെയ്യുക. എന്തിനാണ് കർത്താവ് ഈ വചന പരമ്പര നമുക്ക് വേണ്ടി ക്രമീകരിച്ചിരിക്കുന്നത്? ഈ ശുശ്രൂഷ വഴി എന്താണ് കർത്താവ് ആഗ്രഹിക്കുന്നത്? ഈ ശുശ്രൂഷയെക്കുറിച്ച് അനൗൺസ് ചെയ്തപ്പോൾ ചിലരെങ്കിലും എന്നോട് ചോദിച്ചു, എന്താണ് പറയാനായിട്ട് പോകുന്നത്? ലോകാവസാനത്തെക്കുറിച്ചാണോ? അപ്പൊ അതൊക്കെയാണല്ലോ വളരെ വലിയ ട്രെൻഡായിട്ട് നിൽക്കുന്നത്. ഈ ശുശ്രൂഷ വഴി ലോകാവസാനത്തെക്കുറിച്ചല്ല നമ്മൾ പഠിപ്പിക്കുന്നത്. അത് നമ്മുടെ വിഷയമല്ല. ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച കർത്താവിന് അത് വിട്ടുകൊടുക്കുക. കർത്താവിന്റെ സമയത്തിൽ അതെന്നാണെങ്കിൽ അത് സംഭവിക്കട്ടെ. കർത്താവിന്റെ പ്രത്യാഗമനം എന്ന് നടക്കും, അതും നമ്മുടെ വിഷയമല്ല. കർത്താവ് എന്ന് വേണമെങ്കിലും വരട്ടെ. നമ്മുടെ വിഷയം നമ്മൾ ഒരുക്കമുള്ളവരാകുക എന്നുള്ളതാണ്. ഈ ശുശ്രൂഷ വഴി എന്താണ് സ്വർഗം യഥാർത്ഥത്തിൽ ആഗ്രഹിക്കുന്നത്? അത് നമ്മുടെ വിശുദ്ധീകരണമാണ്, നമ്മുടെ മാനസാന്തരമാണ്, പരിപൂർണമായി നമ്മുടെ ജീവിതത്തിന്റെ നവീകരണമാണ്, രൂപാന്തരീകരണമാണ്. പൗലോസ് അപ്പോസ്തലൻ തെസ്സലോനി സഭയ്ക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 4:3 വചനം പറയുന്നു, നിങ്ങളുടെ വിശുദ്ധീകരണമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. കാലത്തിന്റെ അടയാളങ്ങളിലൂടെ, ദൈവവചനത്തിന്റെ മുന്നറിയിപ്പുകൾ, ആനുകാലിക സംഭവങ്ങളിലൂടെ എല്ലാം ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ജീവിതങ്ങളോട് ഇടപെടുമ്പോൾ ഈ ദൂത് നമ്മൾ തിരിച്ചറിഞ്ഞ് നമ്മുടെ ജീവിതത്തെ കൂടുതൽ വിശുദ്ധീകരിക്കുവാനായി നമ്മൾ ഒരുങ്ങുകയാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 55-ാം അധ്യായം 7-ാം വചനത്തിൽ വീണ്ടും വചനം പറയുന്നു, ദുഷ്ടൻ തന്റെ മാർഗങ്ങളും അധർമ്മി തന്റെ ചിന്താഗതികളും ഉപേക്ഷിക്കട്ടെ, അവിടുത്തെ കരുണ ലഭിക്കേണ്ടതിന് അവർ കർത്താവിലേക്ക് തിരിയട്ടെ, നമ്മുടെ ദൈവത്തെങ്കിലേക്ക് തിരിയട്ടെ. ഇതാണ് പ്രിയപ്പെട്ടവരെ യഥാർത്ഥ മാനസാന്തരം. കർത്താവിലേക്ക് തിരിയുക, ലോക വഴിയിൽ നിന്ന് കർത്താവിലേക്ക് തിരിയുക, ഇതാണ് മാനസാന്തരം. ഒന്ന് നമ്മുടെ വിശുദ്ധീകരണമാണ്, 2 നമ്മുടെ ജീവിതത്തിന്റെ യഥാർത്ഥ മാനസാന്തരമാണ്, നവീകരണമാണ്. 3 പ്രാർത്ഥനയുടെ ആഴങ്ങളിലേക്കുള്ളൊരു മടങ്ങി വരവാണ്. പ്രാർത്ഥനയിലോട്ട് മടങ്ങി വരിക. ഈ നാളുകളിൽ പരിശുദ്ധ അമ്മ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട് പറയുന്ന ഒരു കാര്യം ദൈവജനത്തോട്, നിങ്ങൾ പ്രാർത്ഥനയിലേക്ക് മടങ്ങി വരിക. ലോകത്തിന്റെ വിശുദ്ധീകരണത്തിന് വേണ്ടി, പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി, സഭയുടെ നവീകരണത്തിന് വേണ്ടി ഉപവസിച്ചുകൊണ്ട് പരിത്യാഗങ്ങൾ അനുഷ്ഠിച്ച് പ്രാർത്ഥനയിൽ ആഴപ്പെടേണ്ട സമയത്തിലാണ് പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളും കടന്നു വന്നിരിക്കുന്നത്. പ്രാർത്ഥനയിൽ ആഴപ്പെടുക, വിശ്വാസത്തിന് വേണ്ടി, വിശ്വാസ സത്യങ്ങൾക്ക് വേണ്ടി എന്തുമാത്രം വലിയ സഹനങ്ങൾ വന്നാലും അത് കൃപയായി സ്വീകരിക്കുവാനുള്ള സമർപ്പണത്തിലേക്ക് നമ്മൾ ഉയരുക. ഇതാണ് മറ്റൊരു ലക്ഷ്യം. ഇതിലൂടെയെല്ലാം നമ്മൾ എന്ത് ചെയ്യണം? അനേകം ആയിരങ്ങളുടെ ആത്മരക്ഷയ്ക്കായി നമ്മുടെ ജീവിതം കാരണമായിട്ട് മാറണം. ഇതാണ് പ്രിയപ്പെട്ടവരെ കാലത്തിന് അടയാളങ്ങൾ എന്ന ഈ ദൈവവചന പരമ്പരയിലൂടെ കർത്താവ് അതിയായി ആഗ്രഹിക്കുന്നത്. നമ്മൾ കൃത്യതയോടുകൂടി അറിയേണ്ട കാര്യങ്ങൾ കർത്താവ് തന്റെ വചനത്തിലൂടെയും സഭയിലൂടെയും നമുക്ക് വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. ലോകമെന്ന് അവസാനിക്കും. ഞാൻ വീണ്ടും പറയട്ടെ, അത് നമ്മുടെ വിഷയമല്ല. കർത്താവ് എപ്പോൾ വരും, കർത്താവ് വരുന്ന വർഷം ഏതാണ്, മാസം ഏതാണ്, തീയതി ഏതാണ്, നമ്മൾ അന്വേഷിച്ച് അതിന്റെ പുറകെ പോകേണ്ട. ഇന്ന് എത്ര വ്യക്തികളാണ് ഇതിന്റെ പുറകെ പോയി കൃപ നഷ്ടപ്പെടുത്തി സത്യവിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്നത്. ഈ വിഷയത്തെക്കുറിച്ച് കർത്താവ് തന്നെ എന്താ പറയുന്നത്? മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം
36 വചനത്തിൽ വീണ്ടും യേശു പറഞ്ഞു, ആ മണിക്കൂറിനെ കുറിച്ചോ ആ ദിവസത്തെ കുറിച്ചോ പിതാവിനല്ലാതെ സ്വർഗത്തിലെ ദൂതന്മാർക്കോ പുത്രന് പോലുമോ അറിഞ്ഞുകൂടാ. അപ്പൊ യേശു ക്രിസ്തു എന്ന് വരുമെന്ന് കൃത്യതയോടുകൂടി പറയുവാൻ ഈ ലോകത്തിലെ ഒരു പ്രവാചകർക്കും ഒരു അഭിഷിക്തർക്കും ഒരു സഭ അധികാരിക്കും സാധ്യമല്ല. യേശു പറയുന്നത് അത് പിതാവിന് മാത്രം അറിയുന്ന കാര്യമാണ്. ഈ കാര്യമാണ് ഇന്ന് പലരും ഞങ്ങൾ ദൈവത്തിന്റെ പ്രവാചകരാണെന്ന് പറഞ്ഞ് ലോകത്തെ അറിയിച്ച് അനേകം ദൈവജനത്തെ വഴിതെറ്റിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് പിശാചിന്റെ വലിയ വഞ്ചനയാണെന്ന് ഈ കാലഘട്ടത്തിലെ ദൈവമക്കളായ നമ്മൾ വേണ്ട വിധം തിരിച്ചറിയണം. മത്തായിയുടെ സുവിശേഷം 16 അധ്യായം 3 തിരുവചനത്തിൽ ദൈവത്തിന്റെ വചനം ഇപ്രകാരം പ്രഖ്യാപിക്കുന്നു: രാവിലെ നിങ്ങൾ പറയുന്നു, ആകാശം ചെമന്ന് മൂടിയിരിക്കുന്നു, ഇന്ന് കാറ്റും കോളും ഉണ്ടാകും. ആകാശത്തിന്റെ ഭാവഭേദങ്ങൾ തിരിച്ചറിയാൻ നിങ്ങൾക്ക് കഴിയുന്നു, എന്നാൽ കാലത്തിന് അടയാളങ്ങൾ തിരിച്ചറിയാൻ നിങ്ങൾക്ക് കഴിയുകയില്ലേ? ഫരീസയരോട് ചോദിച്ച ഈ ചോദ്യം ഇന്ന് കർത്താവ് എന്നോടും നിങ്ങളോടുമാണ് ചോദിക്കുന്നത്. ഈശോ ചോദിക്കുക, ആകാശത്തിന്റെ ഭാവമാറ്റങ്ങൾ തിരിച്ചറിയാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ട്, എന്നാൽ കാലത്തിന്റെ അടയാളങ്ങൾ തിരിച്ചറിയാൻ എന്തുകൊണ്ട് നിങ്ങൾക്ക് കഴിയുന്നില്ല? ഇന്ന് ലോകത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സംഭവങ്ങളെ കുറിച്ച് നമ്മൾ അപ്ഡേറ്റ് ആണ്, നമുക്ക് കൃത്യമായിട്ട് അറിയാം. ഇന്ന് ലോകത്തിൽ എന്താ ഉണ്ടായേ, ഇന്ന ഭൂഖണ്ഡത്തിൽ എന്ത് സംഭവിച്ചു, ഇന്ന രാജ്യത്ത് എന്തുണ്ടായി, ഇതൊക്കെ പത്രങ്ങളിലൂടെയും മറ്റു മാധ്യമങ്ങളിലൂടെ എല്ലാം നമ്മൾ അറിയുന്നുണ്ട്. എന്നാൽ പ്രിയപ്പെട്ടവരെ, കാലത്തിന്റെ അടയാളങ്ങൾ തിരിച്ചറിയാൻ നമുക്ക് കഴിയണമെങ്കിൽ ഈ ലോകത്തിന്റെ അറിവ് കൊണ്ട് മാത്രം കാര്യമില്ല. അതിന് സ്വർഗീയ ജ്ഞാനം ആവശ്യമാണ്. സ്വർഗീയ ജ്ഞാനം ആവശ്യമാണ്. വെളിപാടിന്റെ പുസ്തകം 17:9 വചനം പറയുന്നുണ്ട്, ഇവിടെയാണ് ജ്ഞാനമുള്ള മനസ്സിന്റെ ആവശ്യം. അതിനാൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ നാളുകളിൽ ജ്ഞാനം കൊണ്ട് നിറയാൻ നമ്മൾ ആഗ്രഹിച്ചു പ്രാർത്ഥിക്കണം. പരിശുദ്ധ അമ്മ മെജുഗോറിയയിൽ പ്രത്യക്ഷപ്പെട്ട സമയത്ത് പലപ്പോഴും ലോകത്തോട് തന്റെ മക്കളോട് പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു മെസ്സേജ് ഇതാണ്: ഞാൻ നിങ്ങൾക്ക് നൽകുന്ന സന്ദേശത്തിന്റെ മാഹാത്മ്യം മനസ്സിലാക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക, വിശുദ്ധ ബൈബിൾ വായിക്കുക, അതനുസരിച്ച് ജീവിക്കുക, കാലത്തിന്റെ അടയാളങ്ങൾ തിരിച്ചറിയാൻ വേണ്ടി പ്രാർത്ഥിക്കുക. പരിശുദ്ധ അമ്മ വളരെ വ്യക്തമായി പറയുകയാണ്, കാലത്തിന്റെ അടയാളങ്ങൾ തിരിച്ചറിയാൻ നമ്മൾ പ്രാർത്ഥിക്കണം. എന്താണ് ഈ കാലത്തിന്റെ പ്രത്യേകത? നമുക്കറിയാം, ഇന്ന് ലോകം മുഴുവൻ വലിയ പ്രതിസന്ധികളും വലിയ മാറ്റങ്ങളും സംഭവിച്ചുകൊണ്ടിരിക്കുക. മാറ്റത്തിന് വലിയൊരു കാറ്റ് ലോകം മുഴുവനും വീശിക്കൊണ്ടിരിക്കുകയാണ്. അനേകായിരങ്ങൾ ഈ മാറ്റങ്ങളുടെ പുറകെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. പൗലോസ് അപ്പോസ്തലൻ വളരെ വ്യക്തമായി എഫെസസിലെ വിശ്വാസ സമൂഹത്തോട് പറഞ്ഞു. 5 അധ്യായം 16 വാക്യം അവിടെ വചനം പ്രഖ്യാപിക്കുന്നു, ഇപ്പോൾ തിന്മയുടെ ദിനങ്ങളാണ്. ഞാൻ ആത്മാവിൽ പറയട്ടെ, ലോക ചരിത്രത്തിൽ അതിപ്രാധാന്യമേറിയൊരു കാലഘട്ടത്തിലാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ഓരോരുത്തരും എത്തി നിൽക്കുന്നത്. ഇതുവരെ ചരിത്രത്തിൽ വെളിപ്പെടാത്ത വിധത്തിലുള്ള തിന്മകളാണ്, പാപമാണ്, മ്ലേച്ഛതയുടെ അതിപ്രസരമാണ് ഈ കാലഘട്ടത്തിൽ വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പൗലോസ് അപ്പോസ്തലൻ വീണ്ടും പറഞ്ഞു, തിമോത്തിയോസിന് എഴുതിയ 2 ലേഖനം 3 അധ്യായം 1 മുതൽ 4 വരെയുള്ള തിരുവചനങ്ങളിൽ അവിടെ ശ്രീക പറയുകയാണ്, അവസാന നാളുകളിൽ. ഈ അവസാന നാളെന്ന് പറയുമ്പോൾ നാളെ ലോകം അവസാനിക്കുമെന്നല്ല എന്റെ അർത്ഥം. ഈ അവസാന നാളെന്ന് പറയുന്നത് ഈ പാപ സംസ്കാരത്തിന് ഒരു അന്ത്യം കർത്താവ് വരുത്താൻ പോവുകയാണ്. ഒരു സ്നേഹ സംസ്കാരം, ഒരു വിശുദ്ധ സംസ്കാരം കർത്താവ് രൂപപ്പെടുത്താൻ പോവുകയാണ്. മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ ഈ ലോകത്തിൽ കർത്താവ് ശക്തിയോടെ ഇടപെടാൻ പോവുകയാണ്. ഇതിനെക്കുറിച്ച് നമ്മുടെ വാഴ്ത്തപ്പെട്ട ജോൺ പോൾ 2 മാർപ്പാപ്പ വളരെ മനോഹരമായി വിവരിക്കുന്നുണ്ട്. 1993 ലോക യുവജന സമ്മേളനം നടന്നത് അമേരിക്കയിലുള്ള ഡൻവാറിൽ വെച്ചാണ്. നിങ്ങൾ ആ യുവജന സമ്മേളനം നോക്കിക്കാണും. ആ യുവജന സമ്മേളനത്തിൽ വളരെ ശക്തമായ ഭാഷയിൽ മാർപ്പാപ്പ പ്രസ്താവിച്ചു, ആദിമ അപ്പോസ്തലന്മാരെ പോലെ നിർഭയം
പട്ടണങ്ങളിലും പൊതുസ്ഥലങ്ങളിലും ഗ്രാമങ്ങളിലും ക്രിസ്തുവിനെ കുറിച്ചും രക്ഷയുടെ സദ്വാർത്തയെ കുറിച്ചും പ്രഘോഷിക്കുക. സുവിശേഷത്തെ പ്രതി ലജ്ജിക്കേണ്ട സമയമല്ല ഇത്. പുരമുകളിൽ നിന്ന് അത് പ്രഘോഷിക്കേണ്ട സമയമാണ്. തുടർന്ന് മാർപ്പാപ്പ പ്രകാരം പറഞ്ഞു, 20-ാം നൂറ്റാണ്ടിന്റെ കണ്ണീരിന്റെ ഫലമായി മനുഷ്യാത്മാവിനെ ഒരു പുതിയ വസന്തകാലം ദൈവം ഒരുക്കിയിരിക്കുകയാണ്. സുവിശേഷവൽക്കരണത്തിന്റെ ഒരു പുതിയ യുഗം ഉദയം ചെയ്തിരിക്കുന്നു. ലോകത്തിൽ തിന്മ നന്മയുടെ മേൽ വിജയം വരിച്ചാലും നമ്മുടെ പ്രത്യാശ വരാനിരിക്കുന്ന പുതിയ ബന്ധക്കുസ്തയിലാകണം. സ്നേഹത്തിൽ രൂപപ്പെട്ട ഒരു പരിഷ്കാരം കെട്ടിപ്പടുക്കുവാൻ നാം തയ്യാറാകണം. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ വളരെ ശക്തമായ ഭാഷയിൽ ഇത് പ്രസ്താവിക്കുകയാണ്. ഇത് നമുക്കുള്ള മെസ്സേജാണ്. അപ്പൊ സ്നേഹ സംസ്കാരം രൂപപ്പെടുത്തുക. അന്ത്യനാളെന്ന് പറയുമ്പോൾ ഞാൻ വീണ്ടും പറയട്ടെ, ലോകാവസാനമല്ല. ഈ പാപ സംസ്കാരത്തിന് ഒരു അന്ത്യം കർത്താവ് വരുത്തുകയാണ്. അവിടെ വചനത്തിൽ കാണാൻ പറ്റും, ക്ലേശപൂർണമായ സമയങ്ങൾ വരും. അപ്പോൾ സ്വാർത്ഥ സ്നേഹികളും ധനമോഹികളും അഹങ്കാരികളും ഗർവിഷ്ഠരും കൃതജ്ഞരും വിശുദ്ധിയില്ലാത്തവരും ദൈവദൂഷകരും മാതാപിതാക്കന്മാരെ അനുസരിക്കാത്തവരുമായ മനുഷ്യരുണ്ടാകും. അവർ ഒന്നിനും വഴങ്ങാത്തവരും അപവാദം പറയുന്നവരും മനുഷ്യത്വമില്ലാത്തവരും എടുത്തുചാട്ടക്കാരും വഞ്ചകരും ക്രൂരരും നന്മയെ വെറുക്കുന്നവരും ദൈവത്തെ സ്നേഹിക്കുന്നതിനു പകരം സുഖഭോഗങ്ങളിൽ ആസക്തിയുള്ള മനുഷ്യരുമായിരിക്കും. ഹല്ലേലൂയ! എത്ര ശക്തമാണ് എന്റെ പ്രിയപ്പെട്ടവരെ ഈ വചനം. പ്രിയ സഹോദര സഹോദരി, ഈ വചനം എടുത്ത് ധ്യാനിക്കുമ്പോൾ ഈ ലോകത്തിന്റെ യഥാർത്ഥ ചിത്രം പരിശുദ്ധാത്മാവ് നമുക്ക് കാണിച്ചു തരികയാണ്. അപ്പോൾ സ്വാർത്ഥ സ്നേഹികൾ ഇന്ന് ലോകത്തിൽ എന്താ നടക്കണേ? സ്വന്തം കാര്യം ചിന്താപ. എന്റെ കാര്യം നടക്കാൻ വേണ്ടി പിശാചിനെ കൂട്ടുപിടിക്കാൻ ഞാൻ റെഡിയാ. അതിനുവേണ്ടി ഏത് തിന്മ ചെയ്യാനും എന്തുമാത്രം വലിയ അനീതി പ്രവർത്തിക്കാനും ഞാൻ തയ്യാറാണ്. സ്വാർത്ഥ സ്നേഹികള്, ധനമോഹികള്. രാഷ്ട്രീയ മണ്ഡലത്തിൽ എന്താ സംഭവിക്കണേ? ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല. സ്വന്തം കീശ വീർപ്പിക്കാൻ വേണ്ടി ആരെയും എന്തു വേണമെങ്കിലും ചെയ്യാമെന്നുള്ള ഒരു ധാർമ്മിക അധപതനത്തിലേക്ക് ഈ സമൂഹം തരം താഴ്ന്നിരിക്കുകയാണ്. വചനം പറയുന്നു, ധനമോഹികൾ, അഹങ്കാരികൾ, ദൈവദൂഷകർ നടന്നുകൊണ്ടിരിക്കുക. നിരീശ്വര ചിന്തകള്, ദൈവനിഷേധ ചിന്തകള്, സെക്കുലറിസത്തിന്റെ ചിന്തകള് ഇന്ന് അനേകം ആയിരങ്ങളിൽ കടന്നുകൂടിയിരിക്കുകയാണ്. ഇന്ന് അനേക മാതാപിതാക്കന്മാരുടെ കണ്ണുനീര് അവരുടെ മക്കളെ കുറിച്ച്. അവസാന നാളുകളിൽ മാതാപിതാക്കന്മാർ അനുസരിക്കാത്തവരുണ്ടാകുമെന്ന് ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നുണ്ട്. വിശുദ്ധിയില്ലാത്തവരെ ഇന്ന് എവിടെയാ വിശുദ്ധിക്കും സത്യത്തിനു വേണ്ടി നിലകൊള്ളുന്നത്? ലോകം മുഴുവൻ കറപ്റ്റഡായി കഴിഞ്ഞു, ദുഷിപ്പ് വ്യാപിച്ചു. കുഞ്ഞുങ്ങൾ വരെ മലിനപ്പെട്ടുകൊണ്ടിരിക്കുന്നു. സ്ത്രീകളിൽ മിതത്വം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. അനേക യുവജനങ്ങൾ വഴിവിട്ട ലൈംഗികതയുടെ പാതയിലാണ്. നമ്മുടെ കുടുംബങ്ങൾക്ക് എന്താ സംഭവിക്കണേ? കുടുംബങ്ങൾ ഇന്ന് തകർന്നുകൊണ്ടിരിക്കുക. ആധുനിക സമൂഹം നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണി എന്ന് പറയുന്നത് കുടുംബങ്ങളുടെ തകർച്ചയാ, കുടുംബ ബന്ധങ്ങളുടെ തകർച്ചയാ, പ്രത്യേകിച്ച് ക്രൈസ്തവ കുടുംബങ്ങൾ. ഈ അടുത്ത നാളുകളിൽ ഒരു പ്രധാന മാധ്യമത്തിൽ വന്ന വാർത്തയാണ്, ക്രൈസ്തവർ എന്തിനാണ് വിവാഹം കഴിക്കുന്നത്? ഒരു ക്വസ്റ്റ്യൻ മാർക്ക്. എന്നിട്ട് അവര് തന്നെ എഴുതി വെച്ചിരിക്കുകയാണ്, വിവാഹമോചനത്തിന് വേണ്ടി, ഡൈവോഴ്സിന് വേണ്ടി ക്രൈസ്തവ കുടുംബങ്ങളെ, ക്രൈസ്തവ വിവാഹത്തെ ലോകം ഇന്ന് പരിഹസിക്കുകയാണ്, കളിയാക്കുകയാണ്. ഇന്ന് അനേകം കുടുംബങ്ങൾ തകർന്നുകൊണ്ടിരിക്കുന്നു. കുടുംബങ്ങളെ പിശാച് ഇന്ന് ബ്രേക്ക് ചെയ്തുകൊണ്ടിരിക്കുക. മാതാപിതാക്കളിൽ നിന്ന് മക്കൾ അകറ്റുന്നു. ഭാര്യ-ഭർത്തൃ ബന്ധങ്ങളിൽ നിന്ന് തകരുന്നു. ഇവിടെയെല്ലാം പിശാച് വളരെ തന്ത്രപൂർവം പ്രവർത്തിക്കുന്നത് കാണുവാനായിട്ട് കഴിയും. നമ്മൾ ലോകത്തിലേക്ക് നോക്ക്. സ്വന്തം വർഗത്തിൽപ്പെട്ടവർ വിവാഹം കഴിക്കുവാനുള്ള തത്രപ്പാടാണ് ഇന്ന് കാണുന്നത്. പല ലോകരാജ്യങ്ങളിലും ഈ നിയമം പാസ്സായി കഴിഞ്ഞു. സ്ത്രീയെ സ്ത്രീക്ക് വിവാഹം കഴിക്കാം, പുരുഷന് വിവാഹം കഴിക്കാം. സ്വാഭാവികമായ കുടുംബ സംവിധാനത്തെ, ദൈവം സ്ഥാപിച്ച കുടുംബ സംവിധാനത്തെ പിശാച് തകർക്കുവാനായിട്ട് പരിശ്രമിക്കുകയാണ്. വളരെ വ്യക്തമായി ദൈവവചനത്തിൽ ഈ കാലഘട്ടത്തിന് സൂചനകൾ കാണാൻ പറ്റും. പരിശുദ്ധ അമ്മ ഫാത്തിമയിൽ പ്രത്യക്ഷീകരണം നൽകിയ സിസ്റ്റർ ലൂസിയുടെ മരണത്തിന് തൊട്ട് നാളുകൾക്ക് മുൻപ് പരിശുദ്ധ അമ്മ പറഞ്ഞു, വെളിപാട് 12 കാലഘട്ടത്തിലാണ് നിങ്ങൾ ജീവിക്കുന്നത്. വെളിപാട് 12 കാലഘട്ടം. എന്താണ് ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകത?
വളരെ വ്യക്തമായ വചനം പറയുന്നു. വെളിപാടിന്റെ പുസ്തകം 12-ാം അധ്യായം 11-ാമത്തെ തിരുവചനം. അവിടെ വചനം പഠിപ്പിക്കുകയാണ്, ചുരുങ്ങിയ സമയമേ അവശേഷിക്കുന്നുള്ളൂ എന്ന് മനസ്സിലാക്കിയ പിശാച് അരിശം പൂണ്ട് നിങ്ങളുടെ അരികിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. സഭയെ തകർക്കുവാൻ, സഭയ്ക്കകത്ത് നുഴഞ്ഞു കയറി വിശ്വാസ സത്യങ്ങൾക്ക് വിരുദ്ധമായ കാര്യങ്ങൾ പ്രബോധിപ്പിക്കുവാൻ ഇന്ന് പിശാച് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അനേകം കുഞ്ഞുങ്ങളെ വഴിതെറ്റിച്ചുകൊണ്ടിരിക്കുന്നു. യുവജനങ്ങളെ വഴിവിട്ട ലൈംഗികതയിലേക്കും അശുദ്ധ പാപങ്ങളിലേക്കും പിശാച് നയിച്ചുകൊണ്ടിരിക്കുന്നു. അനേകം കുടുംബങ്ങളെ സാത്താൻ തകർത്തുകൊണ്ടിരിക്കുന്നു. പലരുടെയും സമർപ്പണത്തെ പിശാച് നശിപ്പിക്കുന്നു. എവിടെയും തിന്മയുടെ അതിപ്രസരം ഈ കാലഘട്ടത്തിൽ കാണാൻ പറ്റും. വെളിപാട് 12-ന്റെ കാലഘട്ടത്തിലാണ് നമ്മൾ ഓരോരുത്തരും എത്തി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയാ ഇതുപോലെയുള്ള പാപ വൈകൃതങ്ങൾ ഇത് വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. യേശു പറഞ്ഞു, മനുഷ്യപുത്രൻ വീണ്ടും വരുമ്പോൾ ഈ ഭൂമി നോഹയുടെയും ലോത്തിന്റെയും കാലം പോലെയായിരിക്കും. എന്താണ് നോഹയുടെ കാലത്ത് നമുക്ക് കാണാൻ പറ്റും? വിവാഹം കഴിച്ചും വിവാഹം കൊടുത്തും അവര് ജീവിച്ചു പോന്നു. എന്നാൽ ലോത്തിന്റെ കാലമായപ്പോൾ സംഗതി മാറിപ്പോയി. എന്താ ഉണ്ടായത്? സ്വാഭാവിക വിവാഹങ്ങൾ വളരെ അപൂർവമായിട്ട് നടന്നിരുന്നുള്ളൂ. ബാക്കിയെല്ലാം പ്രകൃതി വിരുദ്ധമായ കാര്യങ്ങളായിരുന്നു. വിവാഹത്തോട് അവർക്ക് താല്പര്യമില്ലായിരുന്നു. ഞാൻ ആത്മാവിൽ ചോദിക്കട്ടെ, പ്രിയ സഹോദര സഹോദരി, ഈ പുതിയ തലമുറയുടെ ട്രെൻഡ് എന്താണ്? ഈ ന്യൂ ജനറേഷൻ എന്താ വിളിച്ചു പറയുന്നത്? വിവാഹം വേണ്ട. പല സിനിമാ നടന്മാരും നടിമാരും പറയും, എന്തിനാ കല്യാണം കഴിക്കണേ, എന്തിനാ വിവാഹം കഴിക്കണേ. പല രാഷ്ട്ര തലവന്മാരും പറയുന്നു, വിവാഹത്തിന് ആവശ്യമില്ല, വിവാഹം വേണ്ട. ഈ അടുത്ത നാളുകളിൽ ഇന്ത്യയിൽ നടത്തിയ ഒരു പ്രധാനപ്പെട്ട സർവേയിൽ 46% യുവജനങ്ങള് രേഖപ്പെടുത്തി വിവാഹത്തിന്റെ ആവശ്യമില്ല. ഇനി വിവാഹം കഴിക്കുന്നുണ്ടെങ്കിൽ തന്നെ ഒരു പുരുഷൻ സ്ത്രീ വിവാഹം കഴിക്കേണ്ട ആവശ്യമില്ല, സ്ത്രീയെ സ്ത്രീ വിവാഹം കഴിക്കാം, പുരുഷന് വിവാഹം കഴിക്കാം. എവിടെ? ഇന്ത്യയിലെ, നമ്മുടെ കേരളത്തിൽ പോലും ഇതുപോലെ ചിന്താഗതികൾ പെരുകിക്കൊണ്ടിരിക്കുകയാ. കുടുംബങ്ങളെ ബ്രേക്ക് ചെയ്യുവാനുള്ള പിശാചിന്റെ വഞ്ചനയാണെന്ന് പ്രിയ ദൈവമക്കളെ ഞാനും നിങ്ങളും തിരിച്ചറിയണം. ലോത്തിന്റെ കാലം പോലെ ആ കാലത്തിലേക്ക് ഈ കാലഘട്ടം വന്നിരിക്കുകയെ. ലോത്തിന്റെ കാലത്തിന് വലിയ പ്രത്യേകത ഏതാ? കുടുംബങ്ങൾ ബ്രേക്ക് ചെയ്യപ്പെട്ടു. സംശയമുള്ളവര് ഉൽപ്പത്തിയുടെ പുസ്തകം 19-ാം അധ്യായം വായിച്ച് ധ്യാനിക്കണം. ഭ്രൂണഹത്യ ഇന്ന് അനേകം ലോകരാജ്യങ്ങളിൽ പാസ്സായി കഴിഞ്ഞു. പ്രകൃതിയിലോട്ട് നോക്ക്. ആഗോള താപനം, ഗ്ലോബൽ വാർമിംഗ്, പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയ്ക്ക് മാറ്റം വരികയാ. കടുത്ത ശൈത്യം, കടുത്ത ചൂട് വന്നുകൊണ്ടിരിക്കുക. പ്രകൃതിക്ഷോഭങ്ങള്, കൊടുങ്കാറ്റുകള്, സുനാമി, ഭൂകമ്പങ്ങള് ഒരു പരമ്പരയായി ഈ കാലഘട്ടത്തിൽ വെളിപ്പെട്ടുകൊണ്ടിരിക്കുക. മതപീഡനങ്ങള് ഈ കാലത്തിന് അടയാളങ്ങളിൽ കാണാൻ പറ്റും. മതപീഡനം ഇന്ന് എന്തുമാത്രമാണ് ക്രൈസ്തവർക്ക് നേരെ ലോകവ്യാപകമായ ഒരു ആക്രമണം നടന്നുകൊണ്ടിരിക്കുക. ഏതാനും നാളുകൾക്ക് മുമ്പല്ലേ പാകിസ്ഥാനിൽ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങൾ രക്തസാക്ഷികളായത്. ഒരുപാട് രാജ്യങ്ങളിൽ ക്രൈസ്തവർക്ക് നേരെയുള്ള പീഡനങ്ങൾ വർദ്ധിച്ചു വരുന്നു. മതപീഡനം കർത്താവ് പറഞ്ഞ കാര്യ. വിശ്വാസത്യാഗം. അനേകർ വിശ്വാസം ഉപേക്ഷിക്കും. മറ്റു ചിലര് സഭയുടെ പ്രബോധനങ്ങളിൽ നിന്ന്, സത്യവിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്നു. പരിശുദ്ധമ്മയുടെ പ്രതിഷീകരണങ്ങൾ സഭാ ചരിത്രത്തിൽ എക്കാലവും ഇത് സംഭവിച്ചിട്ടുണ്ട്. എന്നാൽ ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് ഫാത്തിമ മുതൽ പരിശുദ്ധ അമ്മയുടെ പ്രതിഷീകരണങ്ങൾ ലോകം മുഴുവനിലും ശക്തമായി കൊണ്ടിരിക്കുകയാണ്. ലോകമെമ്പാടും നടക്കുന്ന സുവിശേഷ പ്രവർത്തനങ്ങൾ ലോക ചരിത്രത്തിൽ, സഭാ ചരിത്രത്തിൽ ഇതുവരെ വെളിപ്പെടാത്ത വിധത്തിലുള്ള സുവിശേഷ പ്രവർത്തനങ്ങൾ ഇന്ന് ശക്തിപ്പെട്ടു. അനേകം കുഞ്ഞുങ്ങൾ, യുവജനങ്ങൾ, ദമ്പതികൾ, ബഹുമാനപ്പെട്ട വൈദികർ, സമർപ്പിതരെല്ലാം പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് കത്തി ജ്വലിച്ച് ഇന്ന് സുവിശേഷ വേല ചെയ്തുകൊണ്ടിരിക്കുക. ആഗോള സഭ മുഴുവൻ ഒരു പുതിയ പെന്തക്കോസ്തയുടെ തീക്കാറ്റ് വീശിക്കൊണ്ടിരിക്കുകയാ. ഇതും ഈ കാലത്തിന്റെ ഒരു വലിയ അടയാളമാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് വചനത്തിലോട്ട് വീണ്ടും കടന്നു വരാം. യേശു പറഞ്ഞു, ഇതെല്ലാം കാണുമ്പോൾ ദൈവമക്കളായ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ നമ്മളെ തന്നെ വിശുദ്ധീകരിക്കണം. പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പി സഭയ്ക്ക് ലേഖനം 2-ാം അധ്യായം 12-13 വചനങ്ങളിൽ പറയുകയാണ്, പൂർവാധികം ഭയത്തോടും വിറയലോടും കൂടെ നിങ്ങളുടെ സ്വന്തം രക്ഷയ്ക്ക് വേണ്ടി അധ്വാനിക്കുവിൻ. അതാണ് പ്രിയപ്പെട്ടവരെ വിശുദ്ധീകരണത്തിന്റെ ജീവിതം. സാന്റിഫിക്കേഷൻ, മാനസാന്തരം, ഇതിലോട്ട് നമ്മൾ കടന്നു വരണം. ഈ യാഥാർത്ഥ്യത്തിലേക്കാണ് കാലത്തിന്റെ അടയാളങ്ങൾ എന്ന ഈ വചന പരമ്പരയിലൂടെ കർത്താവ്, സഹോദര സഹോദരി, എന്നെയും നിങ്ങളെയും വിളിക്കുന്നത്.
തുടർന്ന് വരുന്ന ആഴ്ചകളിൽ ഈ ഒരു ആഗ്രഹത്തോടെ നന്നായി നിങ്ങൾ പ്രാർത്ഥിച്ചൊരുങ്ങണം. ഈ ശുശ്രൂഷയെക്കുറിച്ച് നിങ്ങൾ അനേകരോട് പങ്കുവെക്കണം. നമ്മുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി, അനേകരുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും അധ്വാനിക്കുകയും ചെയ്യുക. നമ്മുടെ വ്യക്തിപരമായ നിയോഗങ്ങളെയും കുടുംബത്തിന് നിരവധിയായ ആവശ്യങ്ങളെയും നിങ്ങളുടെ എല്ലാ തീരുമാനങ്ങളെയും കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.